നമസ്കാരം. ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ജനുവരി 13 തിങ്കൾ 2025. വാർത്തകളിലേക്ക്. സ്ത്രീയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വാക്കോ നോക്കോ പ്രവൃത്തിയോ ഉണ്ടായാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാ പൊതുയിടങ്ങളിലും സ്ത്രീകൾ സുരക്ഷിതമായിരിക്കണമെന്നും അവിടെ തെറ്റായ നോട്ടമോ തെറ്റായ രീതികൾ സ്വീകരിക്കലോ ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അതെല്ലാം കർക്കശമായി നേരിടുന്ന നിലപാട് സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന വ്യാപകമായി പെട്രോൾ പമ്പുകൾ ഇന്ന് രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 വരെ അടച്ചിടും. പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ്റെതാണ് തീരുമാനം. പെട്രോളിയം ഡീലേഴ്സ് നേതാക്കളെ മറിച്ചെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. പീച്ചി ഡാം റിസർവോയറിൽ വീണ് 4 വിദ്യാർത്ഥിനികളിൽ ഒരാൾ മരിച്ചു. 2 പേരുടെ നില ഗുരുതരമാണ്. പട്ടിക്കാട് ചുങ്കത്ത് ഷാജിൻ്റെയും സിജിയുടെയും മകൾ അലീന ഷാജനാണ് മരിച്ചത്. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററായിരുന്നു. ഇന്നലെ വൈകിട്ട് 3 സംഭവം. പട്ടിക്കാട് ചാണോത്ത് സ്വദേശികളായ പാറശ്ശേരി വീട്ടിൽ സജിയുടെയും സെറീനയുടെയും മകൾ ആണ് ഗ്രേസ്. മുരിങ്ങത്ത് പറമ്പിൽ ബിനോജിൻ്റെയും ജൂലിയയുടെയും മകൾ എറിൻ. പീച്ചി സ്വദേശിനി പുളിയമ്മക്കാൽ ജോണിയുടെയും ഷാലുവിൻ്റെയും മകൾ നിമ എന്നിവരാണ് അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിൽ ഉള്ളത്. 4 പേരും തൃശൂർ സെയിൻറ്റ് ക്ലയേഴ്സ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. പള്ളിപ്പെരുന്നാൾ ആഘോഷത്തിന് പീച്ചിലുള്ള സുഹൃത്തിൻ്റെ വീട്ടിൽ എത്തിയ ഇവർ റിസർവോയർ കാണാൻ പോയപ്പോഴാണ് അപകടം ഉണ്ടായത്. കുർബാന തർക്കത്തിൻ്റെ പേരിൽ വിമത വിഭാഗമുണ്ടായ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ രാത്രിയിലും സമവായ നീക്കം. വിമത വിഭാഗവുമായി മാർ ജോസഫ് പാമ്പാനി ചർച്ച നടത്തും. പോലീസ് ബലം പ്രയോഗിച്ച് പുറത്താക്കിയ 21 വൈദികരെയും ബിഷപ്പ് ഹൗസിലേക്ക് തിരിച്ചു കയറ്റാനും കളക്ടർ വിളിച്ച ചർച്ചയിൽ ധാരണയായി. ചർച്ചകൾ പ്രതീക്ഷ എന്ന് വിമത വിഭാഗം വ്യക്തമാക്കി. അതിരൂപതയുടെ ഭരണം നേരിട്ട് ഏറ്റെടുത്തതിന് പിന്നാലെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടലും മെത്രാപ്പൊലിത്തീൻ വികാരിയായ ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പാനിയും ഇന്നലെ അതിരൂപതയിൽ എത്തിയിരുന്നു. തുറന്ന മനസ്സുള്ള ചർച്ചയ്ക്ക് തയ്യാറാണെന്നും എന്നാൽ ഏകീകൃത കുർബാന എന്ന സിനഡ് തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് ഇല്ലെന്നുമാണ് ഇരുവരും അറിയിച്ചത്. അതേസമയം എറണാകുളം അങ്കമാലി അതിരൂപത അടിസ്ഥാനമായ കൊച്ചിൻ മേജർ ആർച്ച് ബിഷപ്പ് ഹൗസിൽ അതിക്രമിച്ച് കയറി സംഘർഷമുണ്ടാക്കിയതിൽ വൈദ്യർക്കെതിരെ 3 കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് വൈദ്യർക്കെതിരെ പുതിയ കേസുകൾ ചുമത്തിയിരിക്കുന്നത്. സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി കോൺഗ്രസ് നേതാവും അർബൻ ബാങ്ക് മുൻ ചെയർമാനുമായ പ്രൊഫസർ KP തോമസ് എഴുതിയ പുസ്തകം വീണ്ടും ചർച്ചയാകുന്നു. ബാങ്ക് ചെയർമാനായിരുന്ന തന്നെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയതിന് പിന്നിൽ IC ബാലകൃഷ്ണനാണെന്ന് വെളിപ്പെടുത്തുന്ന തോമസ് ബാങ്കിലെ 50-ലേറെ നിയമനങ്ങൾ കണ്ണുവച്ചായിരുന്നു ഈ നീക്കമെന്നും ആരോപിക്കുന്നു. വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത DCC ട്രഷറർ NM വിജയൻ്റെ വീട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് സന്ദർശിക്കും. വിജയൻ എഴുതിയ കത്ത് കുടുംബം വായിച്ച് കേൾപ്പിച്ചാൽ കത്തിൽ വ്യക്തതയില്ലെന്ന് VD സതീശൻ പറഞ്ഞത് വിവാദമായിരുന്നു. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കുടുംബാംഗങ്ങളെ സന്ദർശിക്കും. നിലമ്പൂർ MLA PV അൻവർ രാവിലെ 9:30 തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തും. പ്രധാനപ്പെട്ട വിഷയം അറിയിക്കാനുണ്ടെന്ന് PV അൻവർ അറിയിച്ചിരിക്കുന്നത്. MLA സ്ഥാനത്തു നിന്നുള്ള രാജിയും അൻവർ ആലോചിക്കുന്നതായി സൂചന. തൃണമൂൽ കോൺഗ്രസിൽ ഔദ്യോഗികമായി അംഗത്വം എടുക്കാൻ സ്വതന്ത്ര MLA സ്ഥാനം തടസ്സമാണെന്നാണ് വിവരം. 2011-2016 വരെ ഒരു ദുരന്തവും കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്നും എന്നാൽ UDF ഭരണം എന്ന ദുരന്തമുണ്ടായെന്നും പരിഹസിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇപ്പോൾ എല്ലാം ഭംഗിയായി നടക്കുന്നില്ലേ എന്നും അദ്ദേഹം ചോദിച്ചു. CPM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പത്തനംതിട്ടയിലെ പീഡനക്കേസ് അന്വേഷണത്തിന് വനിതാ IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള SIT രൂപീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പെൺകുട്ടി 5 വർഷത്തോളം പീഡനത്തിനിരയായ സംഭവം ഞെട്ടിക്കുന്നതാണെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് കുട്ടികളുടെ സുരക്ഷയിൽ സർക്കാർ തലത്തിൽ ജാഗരൂകമായ ഇടപെടൽ അനിവാര്യമെന്നും പറഞ്ഞു. പത്തനംതിട്ട പീഡനക്കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചു. DIG അജിത ബീഗത്തിന്റെ മേൽനോട്ടത്തിൽ പത്തനംതിട്ട SP, DYSP ഉൾപ്പെടെ 25 അംഗ ഉദ്യോഗസ്ഥ സംഘമാണ് കേസ് അന്വേഷിക്കുക. ദേശീയ വനിതാ കമ്മീഷൻ ഉൾപ്പെടെ കർശന നടപടി ആവശ്യപ്പെട്ടവരുടെ അന്വേഷണം മേൽനോട്ടം DIGക്ക് കൈമാറിയത്. പത്തനംതിട്ടയിൽ 60-ലേറെ പേർ ലൈംഗികമായി പീഡിപ്പിച്ച പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ അറസ്റ്റായവരുടെ എണ്ണം 30. ഞായറാഴ്ച രാവിലെയും ശനിയാഴ്ച രാത്രിയിലുമായി 13 പേരെ പത്തനംതിട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതിൽ 10 പേരുടെ അറസ്റ്റ് 2 ഘട്ടമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കസ്റ്റഡിയിലുള്ള മറ്റ് 3 പേരെ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനെതിരെ സൈബർ അധിക്ഷേപം നടത്തിയ PK സുരേഷ് കുമാറിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് പോലീസ് മരവിപ്പിച്ചു. സൈബർ ആക്രമണത്തിൽ നടപടി ആവശ്യപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകരുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കൊച്ചി സൈബർ ക്രൈം പോലീസ് നടപടി സ്വീകരിച്ചത്. സംസ്ഥാനത്ത് വാട്ടർ മെട്രോ വിജയകരമായതോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വാട്ടർ മെട്രോ മാതൃകയിൽ ജലഗതാഗതം ആരംഭിക്കാനുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ചു. കൊച്ചി വാട്ടർ മെട്രോ സർവീസുകൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചതോടെയാണ് രാജ്യത്തെ വിവിധയിടങ്ങളിൽ ഇതേ മാതൃകയിൽ ജലഗതാഗതം ആരംഭിക്കാൻ നടപടികൾക്ക് തുടക്കമിടുന്നത്. CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ തുടരും. കായംകുളം MLAയും പ്രതിഭയെയും മാവേലിക്കര MLA MS അരുൺകുമാറിനെയും ഉൾപ്പെടെ 4 പേരെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. അതേസമയം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് 5 പേരെ ഒഴിവാക്കി 46 അംഗ കമ്മിറ്റിയാണ് തെരഞ്ഞെടുത്തത്. CPM ജില്ലാ കമ്മിറ്റിയിൽ എടുത്തോടെ പാർട്ടി ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്വമെന്ന്
പ്രതിഭ MLA പാർട്ടിക്ക് തന്നെ മറ്റ് വിവാദങ്ങളില്ലെന്നും എന്നും ഏതും പ്രതിസന്ധിയിലും വ്യക്തിപരമായാലും സംഘടനാപരമായാലും ആലപ്പുഴയിലെ പാർട്ടിയെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. സാമൂഹ്യ മാധ്യമങ്ങളുടെ അപകീർത്തിപ്പെടുത്തിയെന്ന ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റ് സാധ്യത മുന്നിൽ കണ്ട് രാഹുൽ ഈശ്വർ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. കേസെടുക്കുന്നതിൽ പോലീസ് നിയമോപദേശം തേടിയ വേളയിലാണ് ഹൈക്കോടതി രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഹർജി ഇന്ന് പരിഗണിക്കും. അതേസമയം രാഹുൽ ഈശ്വറിനെതിരായ ഹണി റോസിന്റെ പരാതിയിൽ പോലീസ് ഇതുവരെയും കേസെടുത്തിട്ടില്ല. പരാതിയിൽ നേരിട്ടോ കേസെടുക്കണോ എന്ന് നിയമോപദേശം തേടിയിരിക്കുകയാണ് പോലീസ്. നിയമോപദേശം ലഭിച്ച ശേഷം മാത്രമാകും തുടർ നടപടിയെന്നാണ് പോലീസ് പറയുന്നത്. RJD LDF വിടുമെന്ന പ്രചരണത്തിലും ചർച്ചകളിലും നിലപാട് വ്യക്തമാക്കി KP മോഹൻ MLA. RJD മുന്നിൽ ഹാപ്പിയല്ലെന്ന്, എന്നാൽ LDF വിടില്ലെന്നും KP മോഹൻ പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ മാവേലി സ്റ്റോറുകളിലും കൂടുതൽ സൗകര്യമുള്ള സൂപ്പർ മാർക്കറ്റുകളാക്കി മാറ്റുമെന്നും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് സർക്കാരിൻ്റെ ആരോഗ്യ സൗകര്യങ്ങൾ വഴി ഇതുവരെ വൈദ്യസഹായം നൽകിയത് 2.89 ലക്ഷത്തിലേറെ പേർ. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ അച്ഛനെ മക്കൾ സമാധി ഇരുത്തിയ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണത്തിന് ഒരുങ്ങി പോലീസ്. മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനായി കളക്ടർ ഉത്തരവ് തേടുമെന്നും അനുമതി ലഭിച്ചാൽ മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നും പോലീസ് അറിയിച്ചു. തമിഴ്നാട്ടിലെ ഈറോഡ് ഈസ്റ്റ് ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് AIDMKയിലേക്ക് പിന്നാലെ BJPയും പിന്മാറി. മണ്ഡലത്തിൽ നിന്ന് NDA സ്ഥാനാർത്ഥി ഉണ്ടാകില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമല പറഞ്ഞു. സംക്രാന്തി ദിനത്തിൽ കോഴിക്കോടിന് കുപ്രസിദ്ധമായ ഇടങ്ങളിൽ AI ഡ്രോൺ പ്രയോഗിക്കാൻ ആന്ധ്രാപ്രദേശ് പോലീസ്. ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിലെത്തിയാൽ വിദ്യാസമ്പന്നരായ ഓരോ യുവാക്കൾക്കും യുവ ഉദാൻ യോജന പ്രകാരം ഒരു വർഷത്തേക്ക് 8,500 രൂപ നൽകുമെന്ന് പ്രഖ്യാപിച്ചു കോൺഗ്രസ്. രാജ്യ തലസ്ഥാനമായ തെരഞ്ഞെടുപ്പിന് ചൂട്ടിന് ആക്കം കൂട്ടി സർവേ ഫലം പുറത്ത്. തലസ്ഥാന തെരഞ്ഞെടുപ്പുകാരിൽ ഹാട്രിക് വിജയം നേടിയ ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടിയെന്നാണ് ഫലോദി സത്തബസാറിൻ്റെ സർവേയിലെ പ്രവചനം. ദേശീയ തലസ്ഥാനത്ത് ഇന്നലെ രാവിലെ ഉണ്ടായിരുന്ന കനത്ത മൂടൽമഞ്ഞ് ഗതാഗതം തടസ്സം. ട്രെയിനുകളും വിമാന സർവീസുകളും ഉൾപ്പെടെയുള്ള യാത്രക്കാർ പറഞ്ഞു. ഇന്ത്യൻ റെയിൽവേയുടെ കണക്കനുസരിച്ച് ഡൽഹിയിലെയും ഉത്തരേന്ത്യയിലെയും ചില ഭാഗങ്ങളിൽ അനുഭവപ്പെട്ട മൂടൽക്കഞ്ഞ് കാരണം ഡൽഹിയിലേക്കുള്ള 20 ട്രെയിനുകൾ വൈകി ഓടുന്നു. മഹാകുംഭമേളയ്ക്കായി ഒരുങ്ങി ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ്. 1 മാസത്തിനകം നീളുന്ന ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കമാകും. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയിരിക്കെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ വെല്ലുവിളിച്ചു ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ. ചൈനയിൽ പുതിയ സാംക്രമിക രോഗങ്ങളൊന്നും ഇല്ലെന്ന് വ്യക്തമാക്കിയ ചൈനീസ് ദേശീയ ഹെൽത്ത് കമ്മീഷൻ ബീജിംഗിൽ വാർത്താസമ്മേളനത്തിലാണ് ചൈന ഔദ്യോഗികമായി പ്രതികരിച്ചത്. രാജ്യത്ത് നിലവിലുള്ള ശ്വാസകോശ പകർച്ചവ്യാധികൾ എല്ലാം തിരിച്ചറിയപ്പെട്ട രോഗങ്ങൾ കാരണം ആണെന്ന് ഹെൽത്ത് കമ്മീഷനിലെ വിദഗ്ധർ കണക്കുകൾ വിശദീകരിച്ച് വ്യക്തമാക്കി. റഷ്യ എണ്ണ ഉൽപ്പാദകർക്കും കപ്പലുകൾക്കുമെതിരെ US കടുത്ത ഉപരോധം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ചൈന, ഇന്ത്യ റിഫൈനറികൾ മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങേണ്ടി വരുമെന്ന് റിപ്പോർട്ടുകൾ. അങ്ങനെ വന്നാൽ എണ്ണവില ഉയർന്നേക്കുമെന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കയിലെ ലോസ് ഏഞ്ചലസിലെ കാട്ടുതീ ദിവസങ്ങൾ പിന്നിട്ടും അണയ്ക്കാനാകില്ലെന്ന് റിപ്പോർട്ടുകൾ. 2025 ഇന്ത്യൻ പ്രീമിയർ ലീഗ് മത്സരത്തിന് മാർച്ച് 20 തുടക്കമാകുന്നു. BCCI വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ല അറിയിച്ചു. ഇന്നലെ BCCI ആസ്ഥാനത്ത് നടന്ന യോഗത്തിന് പിന്നാലെയാണ് IPL മത്സരങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത്. മെയ് 20 ഫൈനൽ. അയർലൻഡ് വനിതകൾക്കെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പര നേടി ഇന്ത്യൻ വനിതകൾ. ഇന്നലെ നടന്ന 2ാം ഏകദിനത്തിൽ 116 റൺസിന് ജയിച്ചോടെയാണ് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത്. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ 370 റൺസാണ് അടിച്ചെടുത്തത്. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ അയർലൻഡിന് 7 വിക്കറ്റ് നഷ്ടത്തിൽ 254 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.